നമസ്കാരം പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടെ ഡെട്രോയിറ്റ് മലയാളി അസോസിയേഷൻ അഭിമാന പുരസ്സരം നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കുന്നു. മലയാളി മംഗ 2009. മലയാളി മംഗ 2009 എന്ന ഈ സൗന്ദര്യ മത്സരത്തിലൂടെ കവികൾക്കോ കലാകാരന്മാർക്കോ ചരിത്രകാരന്മാർക്കോ കണ്ടെത്താൻ കഴിയാതെ പോയ പച്ചയായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുടെ മൂർത്തീഭാവങ്ങളായ മലയാളി യുവതികളുടെ ഭാവശുദ്ധിയും അധ്വാനവും കുലീനത്വവും സദാചാര ബോധവും അവരുടെ വാക്കുകളിലൂടെ അനുഭവങ്ങളിലൂടെ കലാപ്രകടനങ്ങളിലൂടെ ഞങ്ങളിതാ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. You all have a very important role to play here. So please, nalla kaiyode throughout the program, please encourage us, encourage the participants. So let's start. Okay, round number 1. We welcome contestant number 1 on stage. Contestant number 2. Contestant number 3. Contestant number 4. Contestant number 5 on stage. Contestant number 6. So as I said, my introduction round on it. So I request contestant number 1 to please come forward and introduce yourself to our audience. എൻ്റെ പേര് ബെൻസി. എൻ്റെ പേര് ബിനി സ്റ്റീഫൻ. ഇന്നത്തെ ഈ സായം സന്ധ്യയിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ഡിട്രോയിറ്റ് മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മലയാളി മംഗയിൽ ഒരു മത്സരാർത്ഥിയായിട്ടാണ്. എൻ്റെ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ബഹുമാനായ വിധികർത്താക്കൾക്കും എൻ്റെ നമസ്തേ. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ പരിഗമയായി ഞാൻ സിന്ധു മൂർത്തി. Good evening and namaskaram to all of you. എൻ്റെ പേര് ലളിത. ഞാൻ ഇന്ത്യയിൽ നിന്ന് കുറേ ദൂരെ ബഹ്റൈൻ എന്ന് പറഞ്ഞ ഒരു നാട്ടിലാണ് എൻ്റെ പിറവി. കേരള ഉത്സവം പരിപാടികൾ കാണാനെത്തിയ എല്ലാവർക്കും മറ്റു ജഡ്ജസിനും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ഷാലു ഡേവിഡ് എന്നാണ്. ഈ സായാഹ്നത്തിൽ വന്നു ചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും കേരളോത്സവത്തിൻ്റെ ആശംസകൾ. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് പ്രീത കാഞ്ഞിരത്ത്. റൗണ്ട് നമ്പർ 2 ലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിന്റെ പേര് ടാലന്റ് ടോക്ക് റൗണ്ട് എന്നാണ്. എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന ടോപ്പിക്ക് കൗമാരപ്രായക്കാരിൽ ദൃശ്യ മാധ്യമങ്ങളുടെ സ്വാധീനം, അതായത് ടെലിവിഷൻ, ഇന്റർനെറ്റ് മുതലായവയുടെ സ്വാധീനം. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒന്നും കൂടുതൽ പാടില്ല. യൂസ് ചെയ്യാം, TV കാണാം, ഇന്റർനെറ്റ് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ രണ്ടിനും പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ മുൻപിൽ രണ്ടാമത്തെ റൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. എനിക്കിന്ന് ഇവിടെ സംസാരിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം ചൈൽഡ് അബ്യൂസ് അല്ലെങ്കിൽ ബാലപീഡനം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിൽ ബാലപീഡനം വളരെ കുറവാണ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അഭിമാനം കൊള്ളാം. എനിക്ക് കിട്ടിയ ടോപ്പിക് മിശ്ര വിവാഹം, ദാറ്റ് ഈസ് ഇന്റർകാസ്റ്റ് മാരേജ്. മനപ്പൊരുത്തമാണ് ഏറ്റവും വലുത്. സോ വെൻ ടു പീപ്പിൾ fall in love, there is no caste, there is no creed, there is nothing, but just two people purely in love. എനിക്ക് കിട്ടിയ ടോപ്പിക് നിങ്ങൾക്ക് ഒരു മകനാണോ മകളാണോ നല്ലത്. എന്നെ അഭിപ്രായിച്ച് എനിക്ക് ആണും പെണ്ണും ഒന്നാണ്. ഈ സെക്കൻഡ് റൗണ്ടിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക് അറേഞ്ച്ഡ് മാരേജ് വേഴ്സസ് ലവ് മാരേജ്. ഇത് എനിക്ക് വളരെ ഇഷ്ടമായ ഒരു ടോപ്പിക്കാണ്. വെരി ഡിബേറ്റബിൾ ടോപ്പിക്. നമുക്കറിയാം മാരേജസ് ആർ മെയ്ഡ് ഇൻ ഹെവൻ. പക്ഷേ നമ്മുടെ ഭാരതത്തിൽ ഇറ്റ്സ് എ ട്രഡീഷൻ ടു ഹാവ് അറേഞ്ച്ഡ് മാരേജസ്. നമ്മുടെ കുട്ടികൾ മലയാള ഭാഷ മറക്കുന്നുണ്ടോ? പക്ഷെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? മലയാളം പഠിക്കുവാൻ അവർ നമ്മളുടെ വീടുകളിൽ പഠിക്കണം. മാതാപിതാക്കൾ സംസാരിക്കുന്നതും വീടുകളിൽ മലയാളം മാത്രം തന്നെ സംസാരിക്കണം എന്ന് ഞാൻ പറയുന്നു. നമുക്ക് നമ്മുടെ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാം.
let's welcome all the participants and please, Ladies and gentlemen, please give them a loud round of applause. ഈ റൗണ്ടിന്റെ പ്രത്യേകത നമ്മൾ 3 ടോപ്പ് 3 കണ്ടസ്റ്റന്റ്സിനെ ഇവിടെ അനൗൺസ് ചെയ്യുന്നതാണ്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും നമ്മളൊരു കോൺസലേഷൻ പ്രൈസ് ഇവിടുന്ന് നമ്മൾ സമ്മാനിക്കുന്നതാണ്. There will be a final question that will be asked by the judges for this particular round, and based on these the final three contestants' answer, we are going to decide who's going to be the winner of the Malayali Manga. Judges in mic kodukuyana, so they are going to announce who are the top 3 contestants that they have chosen. എല്ലാവർക്കും ഞങ്ങളുടെ ജഡ്ജിന് ഞങ്ങൾക്ക് 3 പേർക്കും ഒരേ അഭിപ്രായത്തിൽ എത്തിച്ചേരാൻ പറ്റിയതാണ് ഏറ്റവും രസകരമായ ഒരു സംഭവം. നിങ്ങളുടെ ടോപ്പിക്സ് എല്ലാം വളരെ വ്യക്തമായിട്ട് മെസ്സേജ് കവർ ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിച്ചു. ആൻഡ് ഐ തിങ്ക് യു ഓൾ വെർ ഗ്രേറ്റ്, ബട്ട് വി ഹാഡ് ടു ചൂസ് the 3 because that was the task given to us. So I'm going to announce the name that is with me. Let it be a little suspense for the rest of you. I have selected Vinny Stephen. But to the rest of you, everybody did very well. വളരെ നന്നായിരുന്നു. ഞാൻ പറയാൻ പോണ പേര്, ഞാനൊരു പേര് പറയാം. For the sake of suspense, അടുത്ത പേര് ആദ്യം പറയാം. ലളിത. നിറഞ്ഞ സദസ്സില് ഓരോരുത്തരെ അഭിനന്ദിക്കാതെ വയ്യ. നിങ്ങൾക്കുള്ള ആ ഡ്രസ് കോസ്റ്റ്യൂംസ് വളരെ നന്നായിരുന്നു. സെലക്ട് ചെയ്ത് കിട്ടിയ ആ ഓരോ വിഷയത്തെ പറ്റി എത്ര ഭംഗിയായിട്ട് പറയാൻ ഇന്നും മലയാള മംഗമാർക്ക് സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. നിങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ ഈ നാട്ടിൽ വന്നിട്ടും ഇന്നും ആ മലയാളവും മലയാള തനിമയും കീപ്പപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ അമ്മയായ കേരളം ഇപ്പം ശരിക്കും പുളകിതമാകുന്നുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റില്ല. 3 പേരെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇത് തീർച്ചയായിട്ടും തുടരണം. ഇതൊരു മറ്റുള്ളവർക്കൊരു ഡിസപ്പോയിന്റ്മെന്റ് അല്ല. അവർക്ക് എപ്പോഴും വളരെ നല്ല ചരിതാർത്ഥ്യത്തോടുകൂടി വീണ്ടും വീണ്ടും മുന്നോട്ട് വരാനും വളരാനും കുതിക്കാനും പറ്റിയ ഒരു സന്ദർഭമാണ്. ഞാൻ പറയട്ടെ, പ്രീത. Saudami Panangaval to just come on stage to hand over trophies for all the consolation prizes for all other contestants that are on stage. Please, Saudami Panangaval, please be on stage. Ladies and gentlemen, please, loud round of applause for all our contestants with very pretty looking Malayali mangas. Please come forward. Please come forward. Please come forward.